നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ അന്വേഷണം പോലീസ് ഊർജിതമാക്കിയെങ്കിലും പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന പ്രതികരണവുമായി മാതാപിതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതിന് പിന്നാലെ ഡോക്ടർ MK റാം, ഡോക്ടർ KT സംഗീത എന്നിവരെ വൈകാതെ അറസ്റ്റ് ചെയ്യും. ഇരുവർക്കും നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. കോളേജിലെ വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തുക എന്ന ദൗത്യവും കൂടി പോലീസിന് മുന്നിലുണ്ട്. പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നാണ് നിതിന്റെ കുടുംബം പ്രതികരിക്കുന്നത്. പോലീസ് അന്വേഷണത്തിലൂടെ നീതി കിട്ടുമെന്ന പ്രതീക്ഷയില്ല എന്നും നിതിൻ രാജിന്റെ അച്ഛൻ രാജൻ പ്രതികരിച്ചു. മകൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. മകന്റെ മരണം കൊലപാതകമാണ്. മകന്റെ മരണത്തിന് ശേഷം കോളേജ് അധികൃതരോ വിദ്യാർത്ഥികളോ വീട്ടിലെത്തിയിട്ടില്ല, അതിലും ദുരൂഹതയുണ്ട് എന്നും പിതാവ് പ്രതികരിക്കുകയുണ്ടായി. മാത്രമല്ല, ഈ ലോൺ ആപ്പിൽ നിന്ന് നിതിൻ കടമെടുത്തിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. നിതിൻ ലോൺ ആപ്പിൽ നിന്ന് കടമെടുത്തിരുന്നുവെന്നും അതിന്റെ പേരിൽ അധ്യാപികയ്ക്ക് ഫോൺ വന്നിരുന്നുവെന്നും പോലീസ് പറയുന്നു. വീട്ടുകാർ അറിഞ്ഞുള്ള പണമിടപാടാണെന്നും അതിന്റെ പേരിൽ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ കോളേജ് അധികൃതർ വീട്ടുകാരെ അറിയിക്കുകയായിരുന്നു വേണ്ടിയിരുന്നതെന്നും നിതിന്റെ സഹോദരി പ്രതികരിച്ചു. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഗവർണറെ കണ്ട് കാര്യങ്ങൾ അറിയിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ഇന്നലെ സുരേഷ് ഗോപി അടക്കമുള്ളവർ നിതിന്റെ വീട്ടിൽ എത്തിയിരുന്നു. മാത്രമല്ല, ഓൺലൈൻ ആപ്പ് വഴി എടുത്ത ലോൺ നിതിൻ തിരിച്ചടച്ചിരുന്നതായി അച്ഛൻ രാജൻ പ്രതികരിച്ചു. നിതിൻ പഠിച്ചിരുന്ന കണ്ണൂർ ഡെന്റൽ കോളേജിലെ അധ്യാപികയ്ക്ക് ലോൺ ആപ്പിൽ നിന്ന് ഭീഷണി സന്ദേശം കിട്ടിയിരുന്നുവെങ്കിൽ അക്കാര്യം വീട്ടുകാരെ അറിയിക്കാമായിരുന്നു. നിതിന്റെ അമ്മ ആശുപത്രിയിൽ കിടന്നപ്പോഴാണ് ലോൺ എടുത്തത്. തനിക്ക് ജോലിക്ക് പോകാൻ കഴിയാതെ വന്നതോടെയാണ് ലോൺ മുടങ്ങിയതെന്നും പിതാവ് പറഞ്ഞു. ലോൺ മുടങ്ങിയതിനെ തുടർന്ന് നിതിന്റെ അധ്യാപികയെ ആപ്പുകാർ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ഇക്കാര്യം അവർ നിതിനെ അറിയിച്ചു. ഭീഷണി തുടർന്നതോടെ അധ്യാപിക പോലീസിൽ പരാതി നൽകി. ഓൺലൈൻ ലോൺ ആപ്പിൽ നിന്ന് നിതിൻ രാജ് വായ്പ എടുത്തതായും തിരിച്ചടവ് വൈകിയതോടെ ലോൺ ഏജന്റുമാർ നിരന്തരം ഭീഷണിപ്പെടുത്തിയതായും വ്യക്തമായിട്ടുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജ് പറഞ്ഞു. നിതിൻ രാജിന്റെ ഫോണിലെ കോൺടാക്ട് വിവരങ്ങൾ ലോൺ ഏജൻസി കൈക്കലാക്കി. നിതിന്റെ അധ്യാപികമാരിൽ ഒരാളെ ഏജന്റുമാർ ഫോൺ വിളിച്ച് ശല്യം ചെയ്യുകയായിരുന്നു. അധ്യാപികയുടെ പരാതിയിൽ സൈബർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവർ കോളേജ് പ്രിൻസിപ്പലിനും പരാതി നൽകി. നിതിൻ മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഇതേക്കുറിച്ച് ചോദിക്കാൻ പ്രിൻസിപ്പൽ വിളിപ്പിച്ചിരുന്നു. നിതിൻ റാഗിങ്ങിന് ഇരയായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് കമ്മീഷണർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. എന്തായാലും ഓൺലൈൻ വായ്പാ സംഘത്തിന്റെ ഭീഷണി മരണകാരണമായി എന്ന സംശയത്തിലാണ് നിലവിൽ പോലീസ് ആയിരിക്കുന്നത്. ജാതി അധിക്ഷേപത്തിന് പുറമെ നിതിൻ ഓൺലൈൻ വായ്പാ സംഘത്തിൽ നിന്നും ഭീഷണി നേരിട്ടതിന്റെ നിർണായക ചാറ്റുകളടക്കം പോലീസ് കണ്ടെത്തിയിരുന്നു. എന്നാൽ അന്വേഷണം ലോൺ ആപ്പിലേക്ക് കേന്ദ്രീകരിക്കുന്നത് കേസ് അട്ടിമറിക്കാനാണ് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അടിയന്തരമായി 8000-ലധികം രൂപ അടയ്ക്കണമെന്ന് ലോൺ മാഫിയ സംഘം നിതിന് സന്ദേശം അയച്ചിരുന്നു. ഇതിന് മറുപടിയായി താൻ പാവമാണെന്നാണ് നിതിൻ അയച്ച ചാറ്റും പോലീസ് കിട്ടിയിട്ടുണ്ട്. ഓൺലൈൻ വായ്പാ സംഘം നിതിന്റെ അധ്യാപികയും ഭീഷണി സന്ദേശം അയച്ചു. അധ്യാപികയും ലോൺ ആപ്പുകാർ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ഇതേ തുടർന്ന് അധ്യാപിക പ്രിൻസിപ്പലിന് പരാതി നൽകുകയും ചെയ്തു. എന്തായാലും വളരെ ദുരൂഹതകൾ ഇപ്പോൾ അവശേഷിക്കുന്നു. ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയായിരിക്കുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട്. അതിനിടെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇന്ന് KSU കോളേജിലേക്ക് പ്രതിഷേധം നടത്തി. റാം ഒരു കാലനാണ് എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് KSU പ്രവർത്തകർ പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. തിങ്കളാഴ്ച രാവിലെ ക്യാമ്പസിലേക്ക് തള്ളിക്കയറുകയായിരുന്നു KSU പ്രവർത്തകർ. ഇവരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. കോളേജ് മാനേജ്മെന്റിനെതിരായ കുറ്റക്കാരായ അധ്യാപകർക്കെതിരെയും കർശന നടപടി വേണമെന്ന ആവശ്യവുമായാണ് KSU രംഗത്ത് വന്നത്. പ്രതിഷേധത്തിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ സംഘർഷം ക്യാമ്പസിലുണ്ടായി. സമരത്തിനെത്തിയ ഒരു വനിതാ പ്രവർത്തകയെ പോലീസ് ക്രൂരമായി വലിച്ചിഴയ്ക്കുകയും കയ്യിലും കാലിലും പിടിച്ച് തൂക്കി വാനിലേക്ക് കയറ്റുകയും ചെയ്ത് വലിയ പ്രതിഷേധത്തിലേക്ക് നയിക്കുകയായിരുന്നു. നാണം കിട്ട പോലീസ് എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു KSU പ്രവർത്തകർ പോലീസിനെതിരെ ആഞ്ഞടിച്ചത്. പോലീസ് പല അധ്യാപകരിൽ നിന്നും മറ്റ് താല്പര്യങ്ങൾ കൈപ്പറ്റിയാണ് വിദ്യാർത്ഥികളുടെ ഇത്തരത്തിൽ ക്രൂരമായി പെരുമാറുന്നത് എന്നാണ് പ്രതിഷേധക്കാർ ആരോപിച്ചത്. മാത്രമല്ല, ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധം, അതായത് ഇത്തരത്തിൽ ആന്ധ്രാപ്രദേശുകാരനായിരിക്കും അധ്യാപകൻ, പക്ഷേ ഇത്തരത്തിൽ ജാതി വിവേചനം നടത്തിയ നിങ്ങളെപ്പോലെയുള്ള വ്യക്തികളെ ഈ കോളേജിൽ വാഴിക്കാൻ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ, ഇനി ജോലി ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല ഇതാണ് KSUവിന് പറയാനുള്ളത് എന്നതടക്കമുള്ള ഒരു മുദ്രാവാക്യം, അതുപോലെ തന്നെ ഉറച്ച തീരുമാനമൊക്കെയാണ് പ്രതിഷേധക്കാർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. മാത്രമല്ല, കടുത്ത പ്രതിഷേധമാണ് KSUവിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പ്രവർത്തകരെയൊക്കെ. രാവിലെ തന്നെ KSU പ്രവർത്തകർ കോളേജിലേക്ക് പ്രതിഷേധവുമായി രംഗത്ത് വരികയായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇവിടെ ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത്. മാത്രമല്ല, അതായത് പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ തന്നെ അധ്യാപകർക്കെതിരെ അതിരൂക്ഷ വിമർശനവും അതുപോലെ തന്നെ ഇത്തരത്തിൽ കാലൻ എന്ന് വിളിച്ചുകൊണ്ടുള്ള ഗുരുതര ആരോപണങ്ങളും ഇത്തരത്തിൽ അതിരൂക്ഷമായിട്ടുള്ള പ്രതികരണവുമാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്നത്, KSU പ്രവർത്തകർ ഉന്നയിച്ചിരിക്കുന്നത്.
നിതിൻ രാജു മരണത്തിന് മുൻപ് അയച്ച വോയിസ് നോട്ടുകൾ അധ്യാപകരുടെ പീഡനത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു കൊണ്ടുവന്നത്. അധ്യാപകർ തങ്ങളെ ക്രൂരമായി മർദ്ദിക്കുമെന്നും ഇന്റേണൽ മാർക്കിന്റെ പേരിൽ നിരന്തരം ഭീഷണിപ്പെടുത്താറുണ്ടെന്നും വോയിസ് നോട്ടിൽ പറയുന്നുണ്ട്. ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിക്ക് നീതി ലഭ്യമാക്കുന്നതിനു പകരം പോലീസ് പ്രതികളെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് KSU നേതാക്കൾ ആരോപിച്ചു. HOD റാം, അധ്യാപിക സംഗീത എന്നിവർക്കെതിരെയാണ് പ്രധാനമായും നിതിന്റെ ഭാഗത്തു നിന്ന് ആരോപണങ്ങൾ ഉയർന്നത്. വിദ്യാർത്ഥികളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഇവർ തരംതിരിക്കാറുണ്ടെന്ന് വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അധ്യാപകർക്കെതിരെ KSU അതിരൂക്ഷമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ഇവർക്കെതിരെ കേസെടുക്കുകയും അന്വേഷണ വിധേയമായി ഇവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറ്റക്കാരായ ഈ അധ്യാപകരെ ഇനി കോളേജിൽ പഠിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് KSU ആയിരിക്കുന്നത്. അത് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം നാട്ടിൽ ഇത്തരമൊരു ദാരുണമായ സംഭവം നടന്നിട്ടും ഇതുവരെ പ്രതികളെ പിടികൂടാത്തതിനെ KSU വിമർശിച്ചു. പിണറായി ഉറങ്ങുകയാണ് എന്ന മുദ്രാവാക്യം മുഴക്കിയായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം. സംഭവത്തിൽ മാനേജ്മെന്റ് പ്രതിനിധികൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പ്രിൻസിപ്പൽ തനിക്കൊന്നും അറിയില്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പ്രതികളെ പിടികൂടുന്നതുവരെ സമരം തുടരുമെന്നും KSU വ്യക്തമാക്കി. എന്തായാലും പ്രതിഷേധം കനക്കുകയാണ്. ഈ അധ്യാപകർക്കെതിരെ നടപടികൾ ഉണ്ടാകണം, ശക്തമായ നടപടികളുണ്ട്. ഇപ്പം സസ്പെൻഡ് ചെയ്തു എന്ന നടപടിക്ക് അപ്പുറത്തേക്ക് മറ്റ് നടപടികളിലേക്ക് കടക്കണമെന്ന ആവശ്യം ഉയരുകയാണ്. പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് KSU. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിവരങ്ങളാണ് ഓരോ മണിക്കൂറിലും പുറത്തു വരുന്നത്. അതേസമയം ഈ വിഷയത്തിൽ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സാമൂഹ്യ നിരീക്ഷകൻ രാജേന്ദ്രൻ മന്ത്രം മലയാളി വാർത്തയോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിലേക്ക് കൂടി നമ്മളിപ്പോൾ പോവുകയാണ്.